വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് ടു മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ക്രോണോളജി ഓഫ് ദ പീരിയഡ്, ബീറ്റിംഗ് ഓഫ് ദ ബൗൺസ്, റോമൻ ഒക്യുപ്പേഷൻ, ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്, ഈ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. AD 450 മുതൽ 1500 വരെയുള്ള സംഭവിച്ചിട്ടുള്ള ഗ്രാജുവൽ ഷിഫ്റ്റ്, ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്കുള്ള ഗ്രാജുവൽ ഷിഫ്റ്റിൻ്റെ ട്രാൻസിഷൻ നടന്നിട്ടുള്ളത് ഈ ഒരു AD 450 മുതൽ 1500 വരെയുള്ള ആ ഒരു സമയത്താണ് ഈ ഒരു ട്രാൻസിഷൻ സംഭവിച്ചിട്ടുള്ളത്. ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ളത് ആംഗ്ലോ സാക്സൺ എന്നറിയപ്പെടുന്നുണ്ട്. മിഡിൽ ഇംഗ്ലീഷ് എമേർജ് ചെയ്തിട്ടുള്ളത് നോർമൻ കോൺക്വസ്റ്റിന് ശേഷമാണ്. ആ ഒരു മിഡിൽ ഇംഗ്ലീഷ് എന്നുള്ളത് ഏതുവരെ ഉണ്ടായിട്ടുണ്ട്? ഏർലി 15th സെഞ്ച്വറി വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പീരീഡിലാണ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത് ലാംഗ്വേജിലും ഗ്രാമറിലും വൊക്കാബുലറിയിലും, ആസ് വെൽ ആസ് ഷിഫ്റ്റ് ഇൻ ലിറ്റററി സ്റ്റൈൽസ് ആൻഡ് തീംസ്. ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ളത്, ഓൾഡ് ഇംഗ്ലീഷിൻ്റെ ആംഗ്ലോ സാക്സൺ പീരീഡിൻ്റെ ആ ഒരു ഡേറ്റ് എന്നുള്ളത് 450 തൊട്ട് 1666 വരെയാണ് AD. കീ ഫ്യൂച്ചേഴ്സ് എന്നുള്ളത് ഈ ഒരു പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ജർമ്മനിക് റൂട്ട്സ് ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. വിത്ത് ഇൻഫ്ലുവൻസസ് ഫ്രം ലാറ്റിൻ ആൻഡ് അതർ ലാംഗ്വേജസ്. ലിറ്ററേച്ചർ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് മെയിൻലി ഓഫ് റിലീജിയസ് ടെക്സ്റ്റ്, ഹീറോയിക് പോയംസ് ആൻഡ് ലോ കോഡ്സ്. എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിയോൾഫ്, കോഡ്മാൻസ് ഹൈമാൻ, ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്നുള്ളത് ഡേറ്റ് എന്നുള്ളത് AD 1606 മുതൽ 1500 വരെയായിരുന്നു ഈ ഒരു പീരീഡ് എന്നുള്ളത്. ഈ ഒരു പീരീഡിൻ്റെ കീ ഫ്യൂച്ചേഴ്സ് എന്നുള്ളത് ദ നോർമൻ കോൺക്വസ്റ്റ്, 1606 നോർമൻ കോൺക്വസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രഞ്ച് ലാംഗ്വേജും കൾച്ചറും ബ്രോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട് ടു എ ബ്ലെൻഡിങ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് വിത്ത് ഫ്രഞ്ച് വൊക്കാബുലറി ആൻഡ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ബിക്കം മോർ ഡിവേഴ്സ് ആവുന്നുണ്ട്. വ്യത്യസ്ത തരത്തിൽ ലിറ്ററേച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻകോപ്പറേറ്റിംഗ് റൊമാൻസ്, റിലീജിയസ് നറേറ്റീവ്, മോറൽ ടൈൽസ് ഒക്കെ ആയിട്ടാണ് പിന്നീട് ലിറ്ററേച്ചർ മാറുന്നത്. കാൻറ്റർബറി ടെയിൽസ് ബൈ ജെഫ്രി ചോസർ, സർ ഗവെയിൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ്, ദ ബുക്ക് ഓഫ് മാർഗറി കെംപ്. ഇനി ട്രാൻസിഷനും ചേഞ്ചസും നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും മിഡിൽ ഇംഗ്ലീഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷിഫ്റ്റ് എന്നുള്ളത് മാർക്ക്ഡ് ബൈ ചേഞ്ചസ് ഇൻ ഗ്രാമർ, വൊക്കാബുലറി ആൻഡ് പ്രൊണൗൺസിയേഷൻ. ലിറ്റററി സ്റ്റൈൽസ് എന്നുള്ളത് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂ ഷോണേഴ്സ് ആയിട്ടുള്ള റൊമാൻസ്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് വെർണാക്കുലർ ലിറ്ററേച്ചറൊക്കെ അതിൻ്റെ എമർജൻസ് ഒക്കെ കാണുന്നുണ്ട്. സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ദ നോർമൻ കോൺക്വസ്റ്റ്, ദ ബ്ലാക്ക് ഡെത്ത് ആൻഡ് ദ 100 Years' War all influenced the ഡെവലപ്മെൻറ്റ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ഏതൊക്കെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റാണ്? ദ നോർമൽ കോൺക്വസ്റ്റ്, ദ ബ്ലാക്ക് ഡെത്ത് ആൻഡ് ദ 100 Years of War. ബീറ്റിംഗ് ദ ബൗൺസ് എന്നുള്ളത് ഒരു മിഡീവൽ ഇംഗ്ലീഷ് ട്രഡീഷനാണ്. ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എ റിച്വൽ പ്രൊസഷൻ അറൗണ്ട് പാരിഷ് ബൗണ്ടറീസ്. അതുപോലെ തന്നെ ഓഫ്റ്റൺ ഡ്യൂറിങ് റൊഗഷനേറ്റഡ് വിത്ത് ക്ലർജി ആൻഡ് ലോക്കൽ റെസിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മേക്കിംഗ് ദ ബൗണ്ടറീസ് ബൈ സ്ട്രൈക്കിംഗ് ദം വിത്ത് വാൺസ്. ഈ ഒരു പ്രാക്ടീസിൻ്റെ എയിം എന്നുള്ളത് ടു പ്രിസേർവ് നോളജ് ഓഫ് പാരിഷ് ബൗണ്ടറീസ് ആൻഡ് റീൻഫോഴ്സ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി. ദ പ്രാക്ടീസ് ഹാഡ് റിലീജിയസ് റൂട്ട്സ് വിത്ത് ക്ലർജി പ്രേയിങ് ചെയ്യുന്നുണ്ട് ഫോർ ബ്ലെസ്സിങ് ഓൺ ദ ലാൻഡ്. ആ ഒരു ലാൻഡിൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ട് ക്ലർജി പ്രേ ചെയ്യുന്നുണ്ട്. പേർപ്പസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദ ബീറ്റിംഗ് ഓഫ് ദ ബൗണ്ട് സെർവ് ചെയ്യുന്നുണ്ട് ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ പേർപ്പസസ്. ഇറ്റ് റീഅഫേമേർഡ് പാരിഷ് ബൗണ്ടറീസ് വിച്ച് വേർ ക്രൂഷ്യൽ ഇൻ എ ടൈം ബിഫോർ മാപ്സ് ആൻഡ് റിട്ടേൺ ടൈറ്റിൽ ഡെഡ്സ്. ദ റിച്വൽ ഓൾസോ റീഇൻഫോഴ്സ്ഡ് കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റി ആൻഡ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഇനി റൊഗാഷൻ ടൈഡ്, ദ പ്രാക്ടീസ് വാസ് ഓഫ്റ്റൻ അസോസിയേറ്റഡ് വിത്ത് റൊഗാഷൻ ടൈഡ്. എന്താണ് ഈ ഒരു റൊഗാഷൻ ടൈഡ് എന്നുള്ളത്? എ പീരിയഡ് ഓഫ് പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് ലീഡിങ് അപ് ടു അസെൻഷൻ ഡേ
ആസ് നോട്ടഡ് ഇൻ ദ ചേർച്ച് കലണ്ടർ. ചേർച്ച് കലണ്ടറിലുള്ള പീരീഡ് ഓഫ് പ്രെയർ ആൻഡ് ഫാസ്റ്റിങ്, അതിനെയാണ് ഈ ഒരു ലൊക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നുള്ളത്, ലീഡിങ് അപ്പ് ടു അസെൻഷൻ ഡേ. ഇനി പ്രൊസഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എ പ്രൊസഷൻ യൂഷ്വലി ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ദ പാരിഷ് പ്രീസ്റ്റ്, ലോക്കൽ ഡിഗ്നിറ്ററീസ് ആൻഡ് സംടൈംസ് ചിൽഡ്രൻ വുഡ് വാക്ക് ദ ബൗണ്ടറീസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ദ റോമൻ ഓക്യുപ്പേഷൻ ഓഫ് ബ്രിട്ടൻ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റോമൻ ഓക്യുപ്പേഷൻ ഓഫ് ബ്രിട്ടൻ എന്നുള്ളത്. വൈൽ ദ റോമൻ പീരീഡ് എന്നുള്ളത് ഡിഡ് നോട്ട് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ്. ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നില്ല, റോമൻ പീരീഡ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് അല്ല. ഇറ്റ് സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ ലാറ്റർ ആംഗ്ലോ സാക്സൺ ഇൻവേഷൻസ് which ultimately laid the foundation for the English language. The Roman occupation എന്നുള്ളത് also left behind a legacy of infrastructure, including the roads and settlements, which later influenced and development of the English Roman language and its indirect influence എന്നുള്ളത് setting the stage. The Roman withdrawal from Britain in the early 5th century create ചെയ്യുന്നുണ്ട് a power vacuum that allowed for the Anglo-Saxon invasions, which led to the establishment of the Old English language and the beginnings of Anglo-Saxon literature. ഏർലി 5th സെഞ്ച്വറിയിൽ റോമൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടനിൽ നിന്നും വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇത് കാരണമായിട്ട് പവർ വാക്കം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാരണമായിട്ട് ആംഗ്ലോ സാക്സൺ ഇൻവേഷൻസ് നടക്കുന്നുണ്ട്. ഈ ഒരു ആംഗ്ലോ സാക്സൺ ഇൻവേഷൻ കാരണമായിട്ട് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ ബിഗിനിങ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലാംഗ്വേജ്, റോമൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് റോഡ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ് ഇൻ ബ്രിട്ടൻ, which later provide ചെയ്യുന്നുണ്ട് the basis for the development of English language and cultural landscapes. ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റോഡ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഇൻ ബ്രിട്ടൻ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ബേസിസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെയും കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൻ്റെയും ഡെവലപ്മെൻ്റ് ആണ് പിന്നീട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഓർത്തേറിയൻ ലെജൻഡ് എന്നുള്ളത് ഈ ഒരു പീരിയഡ് എന്നുള്ളത് ആഫ്റ്റർ റോമൻ വിഡ്രോവലിന് ശേഷമാണ്. ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എമർജൻസ് ഓഫ് കിങ് ഓർതർ, എ ഫിഗർ ഹൂ ഈസ് ബിലീവ്ഡ് ടു ബി ബേസ്ഡ് ഓൺ എ സെൽറ്റിക് ഓർ റോമൻ ലീഡർ ഹൂ റെസിസ്റ്റഡ് ദ ആംഗ്ലോ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് ഏർലി പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 410 തൊട്ട് 1666 വരെയുള്ള ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്ലറിഷിംഗ് എന്നുള്ളത് വാസ് പ്രൈമർലി ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് പോയട്രി ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ്. എനിക്ക് ഈ വർക്ക്സ് എടുത്തു നോക്കുകയാണെങ്കിൽ നോട്ടബിൾ ഓൾഡ് ഇംഗ്ലീഷ് വർക്ക്സ് ഇൻക്ലൂഡ് ബിയോൾഫ്, എപ്പിക് പോയംസ് ആൻഡ് ട്രാൻസ്ലേഷൻസ് ഓഫ് റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് ലീഗൽ റൈറ്റിംഗ്സ്. അലിറ്ററേറ്റീവ് വേഴ്സ് എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് പോയട്രി അറിയപ്പെടുന്നുണ്ട് ഫോർ ഇറ്റ്സ് അലിറ്ററേറ്റീവ് സ്റ്റൈൽ, വെർ സിമിലർ സൗണ്ട്സ് എന്നുള്ളത് ആർ റിപ്പീറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് ഓർ സിലബിളസ്. വേർഡ്സിൻ്റെ ഒക്കെ ബിഗിനിങ്ങിൽ എന്ത് ചെയ്യും, ആ ഒരു സിമിലർ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് പോസ്റ്റ് നോർമൻ കോൺക്വസ്റ്റ്. മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എമർജ് ചെയ്തിട്ടുള്ളത് നോർമൻ കോൺക്വസ്റ്റിന് ശേഷമാണ്. അതുപോലെ തന്നെ ഈ ഒരു മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എൻഡ് ഓഫ് ദ 15th സെഞ്ച്വറി വരെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് എന്നുള്ളത് മിഡിൽ ഇംഗ്ലീഷ് എന്നുള്ളത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓൾഡ് നോർമൻ ഫ്രഞ്ച്, വിച്ച് ലെഡ് ടു എ മിക്സ്ചർ ഓഫ് വൊക്കാബുലറി ആൻഡ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. നോർമൻ കോൺക്വസ്റ്റ് എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും മിഡിൽ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസിഷനിൽ, വിച്ച് മാർക്ക്ഡ് ദ എൻഡ് ഓഫ് ദ ആംഗ്ലോ സാക്സൺ പീരിയഡ് ആൻഡ് അഷേർഡ് ഇൻ ദ മിഡിൽ ഇംഗ്ലീഷ് ഇറ. ഈ ഒരു പീരിയഡ് വിറ്റ്നസ് ചെയ്യുന്നുണ്ട് ദ റൈസ് ഓഫ് ഫ്രഞ്ച് ബോത്ത് ആസ് എ ലാംഗ്വേജ് ഓഫ് പവർ ആൻഡ് എ സോഴ്സ് ഓഫ് ലിറ്റററി ഇൻഫ്ലുവൻസ്, അലോങ് സൈഡ് ദ ഗ്രാജുവൽ ഇവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷ് ഇൻ ടു എ മോർ മോഡേൺ ഫോം. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് 5th സെഞ്ച്വറി മുതൽ 1606 വരെയാണ് ഈ ഒരു ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ പീരിയഡ് എന്നുള്ളത്. ആംഗ്ലോ സാക്സൺ
സെറ്റിൽമെൻറ്റ് മുതൽ നോർമൻ കോൺക്വസ്റ്റ് വരെയുള്ള ആ ഒരു പീരീഡ്. ലാംഗ്വേജ് എന്നുള്ളത് ആ ഒരു സമയത്ത് ലാംഗ്വേജ് എന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ്, എ ജർമ്മനിക് ലാംഗ്വേജ് ഡിസ്റ്റിങ്ക്ട് ഫ്രം മോഡേൺ ഇംഗ്ലീഷ്. ഇനി ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൈമർലി ഓറൽ പോയട്രി വിത്ത് സം പ്രോസ് റിട്ടൺ ഇൻ ഓൾഡ് ഇംഗ്ലീഷ്. ഇനി തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹീറോയിക് ആൻഡ് റിലീജിയസ് തീംസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ദ എപ്പിക് പോയം ബിയോൾഫ്. ഇനി എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിയോൾഫ്, കാഡമൻസ് ഹൈമൻ, ദ വണ്ടറർ, ദ സീ ഫാറർ. ഇനി മിഡിൽ ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നോർമൻ കോൺക്വസ്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഫ്രഞ്ച് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. അതുപോലെ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട് എ ഷിഫ്റ്റ് ഇൻ പവർ ആൻഡ് ലിറ്റററി ഇൻഫ്ലുവൻസ്. ലാംഗ്വേജ് ഷിഫ്റ്റ് എന്നുള്ളത് ഫ്രഞ്ച് ബിക്കം ദ ലാംഗ്വേജ് ഓഫ് ദ റൂളിംഗ് ക്ലാസ്. റൂളിംഗ് ക്ലാസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ട് ഫ്രഞ്ച് വരുന്നുണ്ട്. വൈൽ ഇംഗ്ലീഷ് കണ്ടിന്യൂ ടു ബി സ്പോക്കൺ ബൈ ദ കോമൺ പീപ്പിൾ. കോമൺ പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. ലിറ്റററി ചേഞ്ചസ്. ഫ്രഞ്ച് ലിറ്റററി സ്റ്റൈൽസ് ആയിട്ടുള്ള കോട്ട്ലി ലവ്, ഓർത്തേറിയൻ റൊമാൻസ് എന്നുള്ളത് ഗെയിൻഡ് പോപ്പുലാരിറ്റി, വൈൽ ഓൾഡർ ജർമ്മനിക് ട്രഡീഷൻസ് ഡിക്ലൈൻ ചെയ്യപ്പെടുന്നുണ്ട്. മിഡിൽ ഇംഗ്ലീഷിൻ്റെ എമർജൻസ് എന്നുള്ളത് ബ്ലെൻഡ് ഓഫ് ആംഗ്ലോ സാക്സൺ ഡയലക്റ്റ് ആൻഡ് ഫ്രഞ്ച് ലെഡ് ടു ദ ഇവല്യൂഷൻ ഓഫ് മിഡിൽ ഇംഗ്ലീഷ്. ഈ ഒരു ആംഗ്ലോ സാക്സൺ ഡയലക്റ്റിൻ്റെയും ഫ്രഞ്ചിൻ്റെയും ബ്ലെൻഡ് കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മിഡിൽ ഇംഗ്ലീഷ് ഇവല്യൂഷൻ ചെയ്യുന്നുണ്ട്. ദ ലാംഗ്വേജ് ഓഫ് ദ മിഡീവൽ പീരിയഡ്. ഇനി മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പീരിയഡ് എന്നുള്ളത് 1606 തൊട്ട് 1500 വരെയാണ്. ഇനി അതിൻ്റെ ലാംഗ്വേജ് എടുത്തു നോക്കുകയാണെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ്, എ ഡയലക്റ്റ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച്. ഇനി ലിറ്ററേച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ പോയട്രി, പ്രോസ് ആൻഡ് റൊമാൻസസ് വിത്ത് എ ഗ്രോയിങ് എംബസൈസ് ഓൺ സെക്യുലർ തീംസ്. ഇനി തീംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോട്ട്ലി ലവ്, ഓർത്തേറിയൻ ലെജൻഡ്സ്, റിലീജിയസ് ഡിവോഷൻ ആൻഡ് സോഷ്യൽ സെറ്റയർ. ഇനി എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചോസസ് കാൻറ്റംബറി ടെയിൽസ്, ലയമോൺസ് ബ്രെഡ് ആൻഡ് ഓൾസോ ദ ഓർമോല. ഓൾഡ് ഇംഗ്ലീഷിലായിക്കോട്ടെ മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിക്കോട്ടെ കിങ്ഷിപ്പ് എന്നുള്ളത് സെൻട്രൽ തീമാണ്. ഈ ഒരു കിങ്ഷിപ്പ് എന്നുള്ള ആ ഒരു തീം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് സൊസൈറ്റൽ വാല്യൂസ് ആൻഡ് ഐഡിയൽസ് അബൌട്ട് ലീഡർഷിപ്പ്, പവർ ആൻഡ് ദ റോൾ ഓഫ് ദ റൂളർ. ഓൾഡ് ഇംഗ്ലീഷിൽ കിങ്സ് എന്നുള്ളത് ഓഫ്റ്റൺ പോർട്രേ ചെയ്യുന്നുണ്ട് ആസ് പ്രൊട്ടക്ടേഴ്സ്, ഗാർഡിയൻസ് ആൻഡ് ഡിവൈൻ ഫിഗേഴ്സ്. വൈൽ ഇൻ മിഡീവൽ ഇംഗ്ലീഷിലാണെങ്കിൽ ദ കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ഇവോൾവ് ചെയ്യുന്നുള്ളത് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്യൂഡലിസം ആൻഡ് ദ റൈസ് ഓഫ് ഷിവൽറി. ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തൊക്കെയാണെങ്കിൽ ഡിവൈൻ ആൻഡ് ഹീറോയിക്. കിങ്സ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ് വർക്ക്സ് ലൈക്ക് ബിയോൾഫ് വർ ഓഫ്റ്റൺ ഡെപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് ആസ് ഡിവൈൻലി ഓർഡൈൻഡ്, possessing heroic qualities and being responsible for the well-being of their people. Role as protector. They were seen as protectors against external threats like Grendel and his mother in Beowulf, and as maintainers of internal order, ensure ചെയ്യുന്നുണ്ട് justice and fairness. King retainer റിലേഷൻഷിപ്പ് എന്നുള്ളത് ആംഗ്ലോ സാക്സൺ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്ട്രോങ് കിങ് റിട്ടൈനർ റിലേഷൻഷിപ്പ് വേർ ദ കിങ് റിവാർഡഡ് ഹിസ് ലോയൽ വാരിയേഴ്സ് ആൻഡ് ദ റിട്ടൈനേഴ്സ് പ്ലെഡ്ജഡ് വിത്ത് ദർ സർവീസസ് ആൻഡ് ലോയാലിറ്റി ടു ദ കിങ്. കിങ് അവരുടെ ലോയൽ വാരിയേഴ്സിന് റിവാർഡ് നൽകുകയും അതുപോലെ തന്നെ അവരുടെ റിട്ടൈനേഴ്സിന് എന്ത് ചെയ്യുന്നു, റിട്ടൈനേഴ്സ് അവരുടെ കിങ്ങിന് വേണ്ടിയിട്ട് ലോയാലിറ്റി അതുപോലെ തന്നെ സർവീസൊക്കെ പ്ലെഡ്ജ് ചെയ്യുന്നുമുണ്ട്. മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ളത് ഫ്യൂഡൽ സിസ്റ്റം നോർമൻ കോൺക്വസ്റ്റ് ലീഡ് ചെയ്യുന്നുണ്ട് ടു ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഫ്യൂഡലിസം. ഈ ഒരു സിസ്റ്റം എന്നുള്ളത് വേർ ദ കിങ് ഹെൽഡ് ദ ലാൻഡ്. കിങ് എന്ത് ചെയ്യും, ആ ഒരു ലാൻഡ് ഹെൽഡ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ നോബിൾസിന് ഗ്രാൻഡ് ചെയ്യും ഇൻ എക്സ്ചേഞ്ച് ഫോർ ദർ മിലിറ്ററി സർവീസ് ആൻഡ് ലോയാലിറ്റി. റൈസ് ഓഫ് ഷിവൽറി എന്നുള്ളത് വിത്ത് ഇറ്റ്സ് എംബസൈസ് എന്നുള്ളത് ഓൺ ഹോണർ, കോർട്ടസി ആൻഡ് മിലിറ്ററി പ്രോസ് become an ideal associated with the kingship in Middle English literature. ഡിവൈൻ റൈറ്റ്സ് ഓഫ് കിങ്സ് എന്നുള്ളത് ഈ ഒരു കൺസെപ്റ്റ് എന്നുള്ളത് ദ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സ് എന്നുള്ളത് ഗെയിൻഡ് പ്രോമിനൻസ് വിത്ത് ദ ബിലീഫ് ദാറ്റ് ദ കിങ്സ് പവർ എന്നുള്ളത് വാസ് ഡിവൈൻലി ഓർഡൈൻഡ് ആൻഡ് ദർഫോർ അബ്സല്യൂട്ട്. റോൾ ഓഫ് ദ കിങ് എന്നുള്ളത് മിഡീവൽ കിങ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ പീസ്. ആ ഒരു കിങ്സ് എന്ത് ചെയ്യും,
പീസ് മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ തന്നെ എൻഫോഴ്സ് ജസ്റ്റിസ് ആൻഡ് ഡിഫെൻഡ് ദർ റിയലം ഫ്രം എക്സ്റ്റേണൽ ത്രെഡ്സ്, പുറത്തുനിന്നുള്ള ഭീഷണിയൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. ലിറ്ററേച്ചർ റിഫ്ലക്റ്റിംഗ് ചേഞ്ച്. ലിറ്ററേച്ചർ ഓഫ് ദിസ് പീരിയഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ ഷിഫ്റ്റ് ഇൻ പവർ ആൻഡ് ദ റൈസ് ഓഫ് എ ന്യൂ അരിസ്റ്റോക്രസി വിത്ത് വർക്ക്സ് ലൈക്ക് സർ ഗവൈൻ ആൻഡ് ദ ഗ്രീൻ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് തീംസ് ഓഫ് ഷിവൽറി, കോട്ട്ലി ലവ് ആൻഡ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ കിങ്. ഇനി ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ളത് എംബസൈസ് ചെയ്യുന്നുണ്ട് ഹീറോയിക് വിർച്യൂസ്, ഡിവൈൻ ബ്ലെസ്സിങ് ആൻഡ് എ സ്ട്രോങ് കിങ് റിട്ടൈനർ റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് 1381 പെസൻസ് റിവോൾട്ടിനെ പറ്റിയിട്ട് അറിയാം. ഈ ഒരു പെസൻസ് റിവോൾട്ട് എന്നുള്ളത് ഓൾസോ നോൺ എസ് വാട്ടൈലേഴ്സ് റിബല്യൻ എന്നാണ് അറിയപ്പെടുന്നുള്ളത്. ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ് ഇൻ മിഡീവൽ ഇംഗ്ലീഷ് ഹിസ്റ്ററി. മിഡീവൽ ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ഈ ഒരു പെസൻസ് റിവോൾട്ട് എന്നുള്ളത്. It represents a transition from Old English literature to the beginning of medieval English literature and reflect ചെയ്യുന്നുണ്ട് the social unrest and discontent of the time. പെസൻസ് റിവോൾട്ട് എന്നുള്ളത് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്നും മിഡീവൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്കുള്ള ട്രാൻസിഷനായിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു റിവോൾട്ട് എന്നുള്ളത് വാസ് സ്പാർക്ക്ഡ് ബൈ എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എ ന്യൂ പോൾ ടാക്സ്. ഈ ഒരു റിവോൾട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ പോൾ ടാക്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അതുപോലെ തന്നെ ദ സ്റ്റാച്യു ഓഫ് ലേബറേഴ്സ് ആൻഡ് ദ ആഫ്റ്റർ മാത്ത് ഓഫ് ബ്ലാക്ക് ഡെത്ത്. ഈ ഒരു റിവോൾട്ട് എന്നുള്ളത് സെൻറ്റേർഡ് ഇൻ ദ സൗത്ത് ഈസ്റ്റേൺ കൺട്രീസ് ഓഫ് ഇംഗ്ലണ്ട്. ഈ ഒരു റിവോൾട്ട് എവിടെയാണ്? സൗത്ത് ഈസ്റ്റേൺ കൺട്രീസ് ഓഫ് ഇംഗ്ലണ്ടിലാണ് ഉണ്ടായിട്ടുള്ളത്. വാസ് ലെഡ് ബൈ ഫിഗേഴ്സ് ലൈക്ക് വാട്ടൈലർ. ഈ ഒരു പെസൻസ് റിവോൾട്ട് എന്നുള്ള ഈ ഒരു റിവോൾട്ട് ലെഡ് ചെയ്തത് ആരാണ്? ഫിഗേഴ്സ് ലൈക്ക് വാട്ടൈലർ ആൻഡ് ജോൺ ബോൾ ആൻഡ് ഇൻവോൾവ്ഡ് എ ഡിവേഴ്സ് ഗ്രൂപ്പ് ഇൻ ഇൻക്ലൂഡിങ് വെൽ ടു ഡു ആർട്ടിസൻസ്, വില്ലേൻസ് ആൻഡ് ദ destitute. ഓൾഡ് ഇംഗ്ലീഷ് ടു മിഡീവൽ ഇംഗ്ലീഷ് എ ലിറ്റററി ഷിഫ്റ്റ്. ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ളത് പീരിയഡ് സേ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ്. ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡിൽ എന്ത് നമുക്ക് കാണാൻ പറ്റും? ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിലുള്ള ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിച്ച് വാസ് പ്രൈമർലി റിട്ടൺ ഇൻ എ റിലീജിയസ് ഓർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ഈ ഒരു ലിറ്ററേച്ചർ എന്നുള്ളത് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്? റിലീജിയസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു ഓൾഡ് ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി മിഡീവൽ ഇംഗ്ലീഷ് എടുത്തു നോക്കുകയാണെങ്കിൽ പെസൻസ് റിവോൾട്ട് ഒക്യൂർ ചെയ്യുന്നുള്ളത് ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഫ്രം ഓൾഡ് ഇംഗ്ലീഷ് ടു മിഡീവൽ ഇംഗ്ലീഷ്. ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും മിഡീവൽ ഇംഗ്ലീഷിലുള്ള ആ ഒരു ട്രാൻസിഷൻ്റെ സമയത്താണ് ഈ ഒരു പെസൻസ് റിവോൾട്ട് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു പീരിയഡ് എന്നുള്ളത് മാർക്ക്ഡ് ബൈ ദ റൈസ് ഓഫ് വെർണാക്കുലർ ലിറ്ററേച്ചർ ഇൻക്ലൂഡിങ് ബലാഡ്സ്, ക്രോണിക്കിൾസ് ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ്. ഇങ്ങനെയുള്ള എന്താന്ന് പറയുന്നത് ലിറ്ററേച്ചറിലുള്ള വെർണാക്കുലർ ലിറ്ററേച്ചർ റൈസ് ചെയ്യുന്നത് ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ആ ഒരു വെർണാക്കുലർ ലിറ്ററേച്ചർ എന്നുള്ളത്? ബലാഡ്സ്, ക്രോണിക്കിൾസ് ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ് എന്നുള്ളത്. പെസൻസ് റിവോൾട്ട് ആൻഡ് ലിറ്റററി തീംസ്. സോഷ്യൽ ഡിസ്കണ്ടന്റ്. ഈ ഒരു റിവോൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ദ വൈഡ് സ്പ്രെഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ടെൻഷൻസ് ഓഫ് ദ ടൈം. ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള എക്കണോമിക് അതുപോലെ തന്നെ സോഷ്യൽ ടെൻഷൻസ്, വൈഡ് സ്പ്രെഡ് ആയിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള സോഷ്യൽ അതുപോലെ തന്നെ എക്കണോമിക് ടെൻഷൻസിനെ ഈ ഒരു റിവോൾട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ദ റിബല്യൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ദ ഗ്രീവൻസസ് ഓഫ് ദ കോമൺ പീപ്പിൾ എഗെയിൻസ്റ്റ് ദ റൂളിംഗ് എലൈറ്റ് ആൻഡ് ദ ഇൻജസ്റ്റിസ് ഓഫ് ദ ഫ്യൂഡൽ സിസ്റ്റം. ഇനി വേർണാക്കുലർ ലിറ്ററേച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു റിവോൾട്ട് വിത്ത് ഇറ്റ്സ് ലീഡേഴ്സ് ആൻഡ് ഡിമാൻഡ്സ് ബിക്കം എ പാർട്ട് ഓഫ് ദ എമേർജിങ് വേർണാക്കുലർ ലിറ്ററേച്ചർ. ഈ ഒരു റിവോൾട്ടിൻ്റെ ലീഡേഴ്സ് അതുപോലെ തന്നെ ഡിമാൻഡ്സ് ഒക്കെ വേർണാക്കുലർ ലിറ്ററേച്ചർ എമേർജ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വരുന്നുള്ളത്. ക്രോണിക്കിൾസ് ആൻഡ് ബലാഡ്സ് ബിഗൻ ചെയ്യുന്നുണ്ട് ടു റെക്കോർഡ് ദ ഇവൻറ്റ്സ് ആൻഡ് തീംസ് ഓഫ് ദ റിവോൾട്ട്. ഈ ഒരു റിവോൾട്ടിൽ ഉണ്ടായിട്ടുള്ള ഇവൻറ്റ്സും അതുപോലെ തന്നെ തീംസും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോണിക്കിൾസിനും ബലാഡ്സിനും സാധിക്കുന്നുണ്ട്. ആ ഒരു ക്രോണിക്കിൾസും ബലാഡ്സും ഒക്കെ തുടങ്ങുന്നുള്ളത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മിഡീവൽ ഇംഗ്ലീഷിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വേർണാക്കുലർ ലിറ്ററേച്ചറിൻ്റെ റൈസൊക്കെ. ഇനി റിലീജിയസ് എലമെൻറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ റിലീജിയസ് ടീച്ചിങ്സ് ഓഫ് ഫിഗേഴ്സ് ലൈക്ക് ജോൺ ബോൾ who preached against exploitation and inequality. എക്സ്പ്ലോയിറ്റേഷൻ്റെയും ഇനീക്വാലിറ്റിക്കും എതിരായിട്ട് പ്രീച്ച് ചെയ്യുന്നുള്ള ഒരാളാണ്, ഒരു റിലീജിയസ് ഫിഗറാണ് ജോൺ ബോൾ എന്നുള്ളത്.
and he also found their way into the literature of the period. In themes of rebellion and resistance എന്നുള്ളത് the peasants revolt become a recurring theme in medieval literature. medieval ലിറ്ററേച്ചറിലുള്ള ഒരു റെക്യൂറിങ് തീം തന്നെയാണ് ഈ ഒരു പെസൻസ് റിവോൾട്ട് എന്നുള്ളത്. എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ദ ഐഡിയാസ് ഓഫ് റിബല്യൻ റെസിസ്റ്റൻസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇങ്ങനെയുള്ള തീംസൊക്കെ ഇങ്ങനെയുള്ള ഐഡിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഏതിൽ ഈ ഒരു ലിറ്ററേച്ചറിൽ. ഇനി പോൾ ടാക്സ് എന്നുള്ളത് ഈ ഒരു റിവോൾട്ട് എന്നുള്ളത് വാസ് സ്പാർക്ക്ഡ് ബൈ ദ അൺപോപ്പുലർ പോൾ ടാക്സ് വിച്ച് ടാക്സ്ഡ് എവരി വൺ റിഗാർഡ്ലെസ് ഓഫ് ദർ വെൽത്ത്. അവർക്കില്ലാത്ത ആ ഒരു വെൽത്ത് റിഗാർഡ്ലെസ് ആയിട്ടുള്ള ആ ഒരു വെൽത്തിൽ നിന്നും അവരെ ടാക്സ് ഒരു അൺപോപ്പുലർ ആയിട്ടുള്ള പോൾ ടാക്സ് ഈ ഒരു റിവോൾട്ടിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.